Can you see the first slide? Yes. ഞാൻ അവിടെ 2 ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹായ്, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് അനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഈ മോർ ഓപ്ഷൻസിൽ മോർ എന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വന്നു. അതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം ഞാൻ എടുത്തു. ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അനിമേഷൻ്റെ എഫക്റ്റ് ഏതാണെന്ന് മനസ്സിലാവില്ല. കാരണം അതിൻ്റെ ടൈമിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പെട്ടെന്ന് വന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ അവിടെ നടന്നതെന്ന് മനസ്സിലായില്ലല്ലോ ചില അനിമേഷൻ ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ്, അത് അപ്പിയർ ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ എഫക്റ്റ് കുറച്ചുകൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ അനിമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ എഫക്ട്സിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് പഠിക്കാൻ വേണ്ടി പോവാം. ഇവിടെ എഫക്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ നിങ്ങൾക്ക്? അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെയായിട്ട് എഫക്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. Can you see it? കാണുന്നുണ്ടോ നിങ്ങൾ? എഫക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ട് താഴെ ചെറിയൊരു ആരോ ഉണ്ട്, അത് വളരെ മൈന്യൂട്ടാണ്, നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മേജർ ഓപ്ഷൻസ് വരുന്നുണ്ട്: എഫക്റ്റ്, ടൈമിംഗ്, ടെക്സ്റ്റ് അനിമേഷൻ. എഫക്റ്റ്, ടൈമിംഗ്, ടെക്സ്റ്റ് അനിമേഷൻ. ഈ എഫക്റ്റിന്റെ താഴെ എൻഹാൻസ്മെന്റ്, സൗണ്ട്, അനിമേറ്റ് ടെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ അനിമേഷനിൽ BGM വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്. ഒരു ടെക്സ്റ്റ് വരുന്നതിന് കൂടെ ഒരു BGM കൂടെ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ടും കൂടെ കിട്ടുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവാർഡ് ഫിലിം പോലെ അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാത്ത പണ്ടത്തെ നിശബ്ദ ഫിലിം പോലെ അനിമേഷൻ ആക്കുന്നതിനേക്കാൾ നല്ലത് അതിന് ചെറിയൊരു സൗണ്ട് എഫക്റ്റ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റിൽ എൻഹാൻസ്മെന്റ് താഴെ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നോ സൗണ്ട് ആണ്, ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ല. നമ്മൾ അത് അനിമേഷൻ സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ അനിമേഷനിൽ സൗണ്ട് ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്, അതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ സൗണ്ട് കേൾക്കാനുള്ള സാധ്യത ഇല്ലല്ലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാനൊരു ഓപ്ഷൻ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ലോസ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? നമ്മളൊരു കൈയടിക്കില്ലേ, ക്ലാപ്പ് ചെയ്യുക. അപ്പോൾ ആ കൈയടിക്കുന്ന സൗണ്ടാണ് ഈ അപ്ലോസ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ അനിമേറ്റ് ടെക്സ്റ്റ് ബൈ വേർഡ്, ബൈ ലെറ്റർ. ബൈ വേർഡ് ചൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക, ആ വേർഡിന്
അറ്റ് എ ടൈം അനിമേഷൻ സംഭവിക്കും. ആ വേർഡിന് മൊത്തത്തിലായിരിക്കും. ബൈ ലെറ്റർ ആണെങ്കിലോ ലെറ്റർ ബൈ ലെറ്റർ ആയിരിക്കും ആ അനിമേഷൻ എഫക്റ്റ് കാണിക്കുക. ഞാൻ ബൈ ലെറ്റർ ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഡിലേ ബിറ്റ്വീൻ ലെറ്റേഴ്സ്. എത്ര സമയം കഴിഞ്ഞ് ഇപ്പൊ ഒരു ടെസ്റ്റ്. എടാ നിന്റെ സുദർശന ചക്രം താഴെ വെച്ച് അർജുൻ, ഡോണ്ട് ടച്ച് ഇറ്റ്. ഓക്കെ. ഒരു ലെറ്റർ കഴിഞ്ഞ് എത്ര ഡിലേ കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെറ്റർ വരാന്നുള്ളത് നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കാം. ഫാസ്റ്റ് ആയിട്ട് വരണോ സ്ലോ ആയിട്ട് വരണോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അത് 11 കൊടുക്കാം, 12 കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ താഴെ കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കൂട്ടി കൊടുക്കാം. നമ്മളൊരു 15 വെച്ചു. ഇനി ടൈമിങ്. ഇപ്പൊ അനിമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആനിമേഷൻ എഫക്റ്റ് കാണാൻ പറ്റൂ നമുക്ക്. ഇത് വിത്ത് പ്രീവിയസ് ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ഒരു അനിമേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് വന്നതിന് ശേഷം നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യാതെ അനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് വിത്ത് പ്രീവിയസ് ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറയുന്നത്. മറ്റേ വിത്ത് പ്രീവിയസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ലൈഡിലെ ഇത് ഫസ്റ്റ് സ്ലൈഡ് വരുന്ന കൂടെ തന്നെ അനിമേഷൻ എഫക്റ്റ് കാണിക്കും. ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് ആണ് നമ്മൾ ചൂസ് ചെയ്ത അനിമേഷൻ എഫക്റ്റ് കാണിക്കുക. വിത്ത് പ്രീവിയസ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഡിലേ, എത്ര ഡിലേ വേണം, എത്ര സെക്കൻഡ് ഡിലേ വേണം. 0 സെക്കൻഡ് ഡിലേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഡിലേ, രണ്ടും ഒരുമിച്ച് വരും. അപ്പൊ നമുക്ക് ഡിലേ കൂട്ടി കൊടുക്കാം. 2 സെക്കൻഡ് വേണേൽ കൊടുക്കാം. ഞാൻ ഒരു 3 സെക്കൻഡ്, 2.5 സെക്കൻഡിന് 3 സെക്കൻഡ് കൊടുക്കാം. ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സമയം അത് നിലനിൽക്കണം എന്നുള്ളത്. വെരി ഫാസ്റ്റ് ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്ലോ ഉണ്ട്, വെരി സ്ലോ ഉണ്ട്. അനിമേഷൻ എഫക്ട്സ് ഈ ഫാസ്റ്റിൽ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് മീഡിയം തൊട്ട് താഴേക്കുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ്. ഫാസ്റ്റ് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വരും, നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ കൊടുത്തത്, എന്താ അവിടെ സംഭവിച്ചത്. അപ്പൊ ഒരു മീഡിയത്തിന് താഴേക്കുള്ളത് ആണ്. പക്ഷെ അത് ഓപ്ഷൻ എന്താ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ ജനറലി വെരി സ്ലോ ആ ചൂസ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. പ്രസന്റേഷൻ എന്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. റിപ്പീറ്റ്, എത്ര തവണ അതേ അനിമേഷൻ റിപ്പീറ്റ് ചെയ്യണം ചോദിക്കും. ചിലപ്പോൾ ഇത് ഒരു തവണ കൊണ്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. നൺ, ഒരു തവണ മാത്രമേ അനിമേഷൻ എഫക്റ്റ് കാണിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാനുണ്ട്, 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യാനുണ്ട്, 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യാനുണ്ട്, 10 ടൈം റിപ്പീറ്റ് ചെയ്യാനുണ്ട്. അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക്, നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അൺടിൽ ദ എൻഡ് ഓഫ് സ്ലൈഡ്, ആ സ്ലൈഡ് തീരുന്നവരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതില് ഞാൻ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് ചൂസ് ചെയ്തു. ഇത്രയും ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് അവിടെ സംഭവിക്കുന്ന നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് അനിമേഷൻ വന്നു, കണ്ടോ നിങ്ങള്? മ്യൂസിക് കേൾക്കുന്നുണ്ടോ മിസ്സിന്? എനിക്ക് കേട്ടു, മോൻ കേട്ടോ? ഇല്ല. എനിക്ക് കേൾക്കാട്ടോ. നിങ്ങള് നിങ്ങളുടെ വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഉള്ളവരൊന്ന് ചെയ്തു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. അനിമേഷൻ അത് വന്നില്ലേ? ഓക്കെ. നമ്മളിപ്പോ കൊടുത്ത എല്ലാ ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് എഫക്റ്റ് ഓപ്ഷൻ മാറും കേട്ടോ. എല്ലാത്തിനും ഇതേ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാവും. ഇപ്പോ ഏതൊക്കെ വേണ്ട,
ഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. ഫ്ലൈൻ എന്ന എഫക്റ്റ് ആണ് ഞാൻ അനിമേഷനിൽ ചൂസ് ചെയ്തത്. മനസ്സിലായില്ലേ? ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈ മീൻസ് പറക്കുക. അതിലേക്ക് നോക്കുക. ഓ, ഇത് കഴിഞ്ഞിട്ട് ഇനി അത് വരത്തുള്ളൂ. 3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ടാണ് അത് 3 ടൈംസ് അതേപോലെ വരുന്നത്. ഓപ്ഷൻ കൊടുത്തത് ഓർമ്മയില്ലേ? അതിനുശേഷം ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഫ്ലൈൻ ചെയ്ത് വന്നു. ഓക്കെ, ഇനി ഞാൻ ഫ്ലൈൻ എന്നുള്ള ഓപ്ഷന് എഫക്റ്റ് ഓപ്ഷൻസിൽ മോർ എഫക്ട്സ് എടുക്കുകയാണ്. കൂടുതൽ എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടൈമിങ്ങും എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പൊ അതില് എഫക്ട് ഫസ്റ്റ് നേരത്തെ എൻഹാൻസ്മെന്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനകത്ത് അത് ഉണ്ടല്ലേ? എൻഹാൻസ്മെന്റ് അല്ലല്ലോ, ഇതിനകത്ത് ഇല്ലാത്ത എന്തായിരുന്നു? നേരത്തെ എഫക്റ്റ് ഉണ്ടായിരുന്നു, ടൈമിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു മോനെ? ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. റിപ്പീറ്റിംഗ് എനിക്ക് തോന്നുന്നു അതിനകത്ത് തന്നെ വന്നതായിരുന്നു എന്നാ. ഇത് ഞാൻ നോക്കാം. ഇത് നമ്മൾ ചൂസ് ചെയ്തതല്ലേ? ഇതിൽ മോർ എഫക്ട്സ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് അനിമേഷൻ. ഓക്കെ, ഇതിൽ നമ്മളിപ്പോ ചൂസ് ചെയ്തതായിരുന്നു ഫ്ലൈനിന്റെ മോർ എഫക്ട്സ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ എഫക്ട്സ് വരുന്നുണ്ട്. ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഡയറക്ഷൻ ചോദിക്കാൻ കാരണം എന്താ? ഇപ്പൊ ഫ്ലൈൻ ചെയ്യുന്നത് താഴെ നിന്ന് മേലേക്കാണ്. ഫ്രം ബോട്ടം, ഫ്രം ലെഫ്റ്റ് ഉണ്ട്, ഫ്രം റൈറ്റ് ഉണ്ട്, ഫ്രം ടോപ്പ് ഉണ്ട്, ഫ്രം ബോട്ടം ലെഫ്റ്റ് ഉണ്ട്, ബോട്ടം റൈറ്റ് ഉണ്ട്, ടോപ്പ് ലെഫ്റ്റ് ഉണ്ട്, ടോപ്പ് റൈറ്റ് ഉണ്ട്. അങ്ങനെ എന്താ പറയാ, 8 ഡിഫറെന്റ് ഡയറക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള ഡയറക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഫ്രം ടോപ്പ് ഞാൻ ചൂസ് ചെയ്തു. സ്മൂത്ത് സ്റ്റാർട്ട് വേണോ, സ്മൂത്ത് എൻഡ് വേണോ, ബൗൺസ് എൻഡ് വേണോ? ഇതിനൊക്കെ ഒരു ജസ്റ്റ് ടൈം നമുക്കൊരു 1 സെക്കൻഡ് കൊടുത്തു എല്ലാം. നിങ്ങൾ ലാബിലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെത്താനെ ചെയ്ത് നോക്കായിരുന്നു. കാരണം ഓരോ സെക്കൻഡും കൊടുക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്. എൻഹാൻസ്മെന്റിൽ സൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള സൗണ്ട് നമുക്ക് ഈ ബ്രീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റിന്റെ പോലത്തെ ഒരു ചെറിയൊരു സൗണ്ടാണ്. ക്യാമറ മറ്റേ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ? അതാണ് ക്യാമറ എന്ന് പറഞ്ഞ സൗണ്ട്. കോയിൻ വീഴുന്ന സൗണ്ടാണ് കോയിൻ. എല്ലാ സൗണ്ടും എനിക്ക് ഇങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മ എടുത്ത് പറയാം. ജസ്റ്റ് കോയിൻ ഞാൻ ചൂസ് ചെയ്തു. ആഫ്റ്റർ അനിമേഷൻ ഡോണ്ട് ഡിം, ഹൈഡ് ആഫ്റ്റർ അനിമേഷൻ, ഹൈഡ് ഓൺ നെക്സ്റ്റ് മൗസ് ക്ലിക്ക്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു അനിമേഷൻ എഫക്റ്റ് കഴിഞ്ഞ് എൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഡിമ്മായി പോവാതിരിക്കാൻ വേണ്ടി ഡോണ്ട് ഡിം കൊടുത്തേക്കുന്നത്. ഹൈഡ് ആഫ്റ്റർ അനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ എന്താ, അനിമേഷൻ എഫക്റ്റ് ഇല്ലേ, അത് കുറച്ച് സമയത്തേനെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ ടെക്സ്റ്റ് ഹൈഡ് ആവും, കാണാണ്ടാവും. നമ്മൾ അതാ കുറച്ച് അനിമേഷൻ എഫക്റ്റ് ഉള്ള സമയത്തേക്ക് മാത്രം അത് കണ്ടാൽ മതി. അതിനുശേഷം നമുക്കത് കണ്ടാണെങ്കിൽ ഹൈഡ് ആഫ്റ്റർ അനിമേഷൻ കൊടുക്കാം. ഹൈഡ് ഓൺ നെക്സ്റ്റ് മൗസ് ക്ലിക്ക്, നമ്മൾ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതിനാണ് ഓപ്ഷൻ എഫക്റ്റ് കൊടുത്തത് അത് ഹൈഡ് ആവാം. അങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നല്ല, നിങ്ങൾക്ക് ഇത്രയും അധികം ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് ബൈ വേർഡ് കൊടുക്കുമ്പോൾ ആ വേർഡിന് നേരത്തെ ഹായ് എന്നുള്ളത് HAI ഇങ്ങനെ കറങ്ങി വരികയല്ലേ ചെയ്തത്. ബൈ വേർഡ് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഹായ് എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ആയിട്ട് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തേനെ. മനസ്സിലാവുന്നുണ്ടോ? ഹായിൽ നമ്മൾ എഫക്റ്റ് കൊടുത്തത് ബൈ ലെറ്റർ ആണ്. അപ്പം H 1 ടൈം ഒന്ന് കറങ്ങി വന്നു, A ഒന്ന് ടേൺ ചെയ്ത് വന്നു, പിന്നെ I ഒന്ന് ടേൺ ചെയ്ത് വന്നു. പക്ഷെ ബൈ വേർഡ് കൊടുക്കുമായിരുന്നെങ്കിൽ
ഹായ് എന്നുള്ള ഒറ്റ വേർഡ് 3 ടൈംസ് അങ്ങനെ കറങ്ങി റിപ്പീറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഞാൻ ഇത് ഗുഡ് മോർണിംഗ് എന്നുള്ളത് ബൈ വേർഡ് കൊടുത്തു. ഡിലേ ബിറ്റ്വീൻ വേർഡ്സ് 10% തന്നെ ഇരിക്കട്ടെ, ഞാൻ അത് മാറ്റിയിട്ടില്ല. ടൈമിങ് ഓൺ ക്ലിക്ക്, ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് ഇപ്പോൾ അത് അനിമേഷൻ എഫക്റ്റ് കാണിക്കുള്ളൂ. പക്ഷെ ഞാനത് മാറ്റി കൊടുക്കുകയാണ് വിത്ത് പ്രീവിയസോ ആഫ്റ്റർ പ്രീവിയസോ. ആഫ്റ്റർ പ്രീവിയസ് ഫസ്റ്റ് അനിമേഷൻ നമ്മൾ ആദ്യം കൊടുത്ത എഫക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടാൽ മതി എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഡിലേ, എത്ര സെക്കൻഡ് ഡിലേ വേണം എന്നുള്ളത്, ഒരു 2 സെക്കൻഡ് ഡിലേ. എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയണ്ടേ. ഡ്യൂറേഷൻ ഇതിനകത്ത് വെരി ഫാസ്റ്റ് ആണ്, അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട, വെരി സ്ലോ കൊടുക്കാം. പെട്ടെന്ന് പറഞ്ഞു വന്നില്ലേ, വെരി സ്ലോ. മീഡിയം വേണോ വെരി സ്ലോ വേണോ, ഏത് വേണം? വെരി സ്ലോ. ഓക്കെ, വെരി സ്ലോ കൊടുത്തു. റിപ്പീറ്റ്, ഹൗ മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യണം? 3. 2 മതി മിസ്സേ. 2. ഓക്കെ, 2 ടൈംസ് കൊടുത്തു. ഇത്രയും ഓപ്ഷൻസ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓ, ഇത് ഹായ്ക്കാണല്ലോ വന്നേ. ഞാൻ സെലക്ട് ചെയ്ത ടെസ്റ്റ് മാറിപ്പോയോ? ഇത് കണ്ടോ, വേർഡ് മൊത്തത്തിലല്ലേ വരുന്നത്. ഇത് കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഇത് വരുന്നതിന് മുമ്പ് കോയിൻ വീഴുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഓപ്ഷൻ ചൂസ് ചെയ്തത് മാറിപ്പോയി. ഇപ്പൊ രണ്ടും ഫ്ലൈനിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്ത ടെക്സ്റ്റ് മാറിപ്പോയതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇതിന് ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. ബൈ വേർഡ് കൊടുത്തു, ടൈമിങ് ഓൺ ക്ലിക്ക് അല്ല വിത്ത് പ്രീവിയസ് കൊടുത്തു, ഡിലേ 2 സെക്കൻഡ് കൊടുത്തു, ഡ്യൂറേഷൻ റിപ്പീറ്റ് ഇത് അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക് കൊടുത്തു. ഓക്കെ, നേരത്തെ ബൈ ലെറ്റർ കൊടുത്തോണ്ട് അത് എച്ച് കറങ്ങി, എ കറങ്ങി, ഐ കറങ്ങി. ഇപ്പൊ ഞാൻ ബൈ വേർഡ് കൊടുത്തുകൊണ്ട് അത് മൂന്നും കൂടെ ഒരുമിച്ച് കറങ്ങി. ഫ്ലൈൻ എടുത്തു, അതിന് എഫക്റ്റ് ഓപ്ഷൻസിൽ ഇവിടെ ഫ്രം ടോപ്പ് കൊടുത്തു, സ്മൂത്ത്, അത് ഞാൻ 1 സെക്കൻഡ് കൊടുത്തു. 1 സെക്കൻഡ് കൊടുത്തു, 1 സെക്കൻഡ് കൊടുത്തു. സൗണ്ട് ബ്രീസ് എന്നുള്ള സെലക്ട് ചെയ്തു. ഡോണ്ട് ഡിം, ലെറ്റർ ബൈ ലെറ്റർ കൊടുത്തു. നേരത്തെ വേർഡ് ആയിരുന്നു കൊടുത്തേക്കുന്ന, ലെറ്റർ കൊടുത്തു. ആഫ്റ്റർ പ്രീവിയസ് ഫസ്റ്റ് അനിമേഷൻ കഴിഞ്ഞിട്ട് ഇത് വന്നാൽ മതി. ഡിലേ നമ്മൾ 2 സെക്കൻഡ് കൊടുത്തു. ഡ്യൂറേഷൻ വെരി സ്ലോ കൊടുത്തു. റിപ്പീറ്റ് 2 ടൈംസ്. ഓക്കെ, കണ്ടോ വരുന്നുണ്ടോ? രസമല്ലേ? മിസ് ഒന്നുകൂടി കാണിക്കുവോ? You can see it now. ഇതാ, did you see that? ഞാൻ ഒന്നുകൂടെ സ്ലൈഡ് ഷോ നടത്താം. ഇപ്പൊ എനിക്ക് മൗസ് ക്ലിക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ വിത്ത് പ്രീവിയസ് ആഫ്റ്റർ പ്രീവിയസ് ഓപ്ഷനൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് അത് തന്നെത്താനെ വന്നോളും. നമ്മൾ ജസ്റ്റ് സ്ലൈഡ് ഷോ കൊടുത്താൽ മതി. എങ്ങനെയുണ്ട്? ആ ഹായ് എന്നുള്ളത് അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. അതാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. രസമുണ്ടോ? സൂപ്പർ അല്ലേ? സൂപ്പർ. പവർ പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. ബാക്കിയുള്ള കാര്യങ്ങളെക്കാളും
നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ എളുപ്പം അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ ഇഷ്ടം കൂടുതലുള്ളത് പവർ പോയിന്റ് ആയിരിക്കും. ഇത് ശരിക്കും പവർ പോയിന്റ് പറഞ്ഞെന്താ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ ഇല്ലേ, നമ്മള് ഈ വലിയ വലിയ ഓഫീസിലൊക്കെ അവര് സെമിനാറും കാര്യങ്ങളും അവരുടെ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എംപ്ലോയീസിനോട് ഡിസ്കസ് ചെയ്യുമ്പോഴോ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ലൈഡ്സ് വെച്ച് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെമിനാറുകൾ ഉണ്ടാവും ഒരു സബ്ജക്റ്റ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ വന്ന് നിങ്ങളെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിപ്പിക്കുന്നേക്കാൾ എളുപ്പം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം. പ്ലാന്റ് എന്നൊരു മെയിൻ ഹെഡിങ്ങിൽ ഒരു ഫസ്റ്റ് സ്ലൈഡ് ആക്കും. സെക്കൻഡ് സ്ലൈഡിൽ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. അത് ഇങ്ങനെ ഓരോ സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നിങ്ങളോട്. ആ ഒരു രീതിയിൽ എന്താ പറയുക, ഒരു പ്രസന്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ പ്രസന്റ് ചെയ്യാൻ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. വേർഡിൽ നമ്മൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത്. അതിൽ എന്ത് വേണമെങ്കിലും ആക്കാം. നമുക്കിപ്പോൾ റിപ്പോർട്ട് ആക്കാം, നമുക്ക് ഞാൻ ടൈം ടേബിൾ ആക്കാറുണ്ട്, കുട്ടികളെ ലിസ്റ്റ് ആക്കാറുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എന്താ പറയുക, എന്തെങ്കിലും എഴുതിയല്ല റിപ്പോർട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വേർഡ് ഉപയോഗിക്കുക. ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്ത് കാണിക്കില്ലേ, മീൻസ് ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാം. നിങ്ങൾക്ക് സെമിനാർ ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. കാരണം ഇതുപോലെയൊക്കെ ഇപ്പൊ കണ്ട അനിമേഷൻ എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ് പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ച് തന്നെ എടുത്തേനെ. ഇന്നത്തുള്ള ടൈം ടേബിൾ സെറ്റ് ആകുമ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് അങ്ങനെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഇനി സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷൻ ഇവിടെ ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, കാണുന്നുണ്ടോ? ട്രാൻസിഷൻസ്. ഇപ്പൊ നമ്മള് ആനിമേഷൻ എഫക്റ്റ് കൊടുത്തത് ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനാണ് അല്ലേ? ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഏതിലാ? സ്ലൈഡിലാണ്. ഒരു സ്ലൈഡിൽ ആ ഒരു പേജ് പോലെയുള്ളത് നമ്മൾ എന്താ പറയാ, പവർ പോയിന്റില് സ്ലൈഡ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് സ്ലൈഡിലാണ് ഞാൻ ഹായ് ഗുഡ് മോർണിംഗ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെച്ചത്. ഓക്കെ, എനിക്ക് ഇനിയും വേണമെങ്കിൽ ഹോമിൽ പോയി ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് 10 മിനിറ്റ്സ് കൂടിയുള്ളൂ അല്ലേ? ഓക്കെ, ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാം. ന്യൂ സ്ലൈഡ് ഇപ്പൊ കണ്ടോ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഫസ്റ്റ് സ്ലൈഡ് ഉണ്ട്, അതിലാണ് ഹായ് ഗുഡ് മോർണിംഗ് എന്നുള്ളത് വന്നത്. സെക്കൻഡ് സ്ലൈഡ് ഇപ്പോൾ സ്ലൈഡ് മാത്രമേ ഉള്ളൂ. ഇതാ സെക്കൻഡ് സ്ലൈഡാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ആഡ് ടു ടൈറ്റിൽ, ക്ലിക്ക് ആഡ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡ് സ്ലൈഡാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കാം. ഇവിടെ ഈ സ്ലൈഡിന്റെ പ്രത്യേകത, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ടേബിൾ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം, സ്മാർട്ട് ആർട്ട് ഗ്രാഫ് അല്ല പിക്ചേഴ്സ്, ഓൺലൈൻ പിക്ചേഴ്സ്, വീഡിയോ എല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്ചർ ബ്രൗസ് ചെയ്ത് എടുത്താൽ മതി. ഇല്ല എങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട്. ആ ഇൻസേർട്ട് ഓപ്ഷനിൽ പോവുക. ഏതാണോ ഈ കൂട്ടത്തിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. പിക്ചേഴ്സ് ആണെങ്കിൽ പിക്ചേഴ്സ്, ടേബിൾ ആണെങ്കിൽ ടേബിള്. അത് നമുക്ക് ഡൗൺലോഡ്സിൽ നമ്മൾ കഴിഞ്ഞ തവണ എന്തോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു, ലാപ്ടോപ്പ്, അത് ഇൻസേർട്ട് ചെയ്യാം. ഈ പിക്ചറിന് നമുക്ക് അനിമേഷൻ എഫക്റ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ക്യാൻ വി ഗിവ് അനിമേഷൻ എഫക്റ്റ് ടു പിക്ചേഴ്സ്? വേർഡ് മാത്രമേ പറ്റുള്ളൂ, പിക്ചറിന് പറ്റുമോ? What do you think? Can we? Yes, we can. അത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ പിക്ചർ സെലക്ട് ചെയ്യുക, അനിമേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ സൂം എന്നുള്ള ഓപ്ഷനെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത്, സൂം വേണ്ട വേറെ എന്തെങ്കിലും നോക്കാം.
ബൗൺസ് തുള്ളി വരട്ടെ. അങ്ങനെ വീണാൽ ലാപ്ടോപ്പ് പൊട്ടുമല്ലോ, വേറെ ഓപ്ഷൻ എടുക്കാം. സ്പിൻ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത സ്പിൻ ആണ്. ഗോ ആൻഡ് സ്ട്രിങ്ക്, ഈ ഓപ്ഷൻ മതി. അതിൽ ഞാൻ എഫക്റ്റ് ഓപ്ഷൻസ് എടുക്കുമ്പോൾ സൈസ് എത്രത്തോളം ഹ്യൂജ് ആക്കിയാൽ 400% ഒറിജിനലിന്റെ 400% അത് വലുതാവും. ഇപ്പോൾ ഒറിജിനൽ പിക്ചർ സൈസ് 100 ആണെങ്കിൽ അതിന്റെ 4 മടങ്ങ് ആ പിക്ചർ വലുതാവുന്ന രീതിയിലാണ് ചൂസ് ചെയ്തേക്കുന്നത്. സ്മൂത്ത് സ്റ്റാർട്ട്. ഇതിനകത്ത് വേണമെങ്കിൽ സൗണ്ട് ചൂസ് ചെയ്യാം. ബോംബൊന്നും വേണ്ട. ടൈമിംഗ്. ഈ ടൈമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ടൈമിംഗ് എപ്പോഴും നമ്മൾ ഡിലേ കുറച്ച് കൂട്ടി വെച്ചെന്നല്ല, അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിംഗ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ചൊരു വൃത്തി നമ്മുടെ പ്രസന്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഭയങ്കര വലുതായില്ലേ? അത് 400% വലുതായി അല്ലേ? കണ്ടോ നിങ്ങൾ അനിമേഷൻ ഞാൻ കൊടുത്തത്? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ തരാം ക്ലാസ്സിൽ തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 സ്ലൈഡ് വിത്ത് ആനിമേഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇപ്പൊ 2 സ്ലൈഡായി നമുക്ക്. സ്ലൈഡ് 1 ആയി, സ്ലൈഡ് 2 ആയി. ഇനി ഈ സ്ലൈഡ് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനെ ട്രാൻസിഷൻ കൊടുക്കാം. സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു സ്ലൈഡ് കഴിഞ്ഞ് മറ്റേ സ്ലൈഡ് എങ്ങനെ അപ്പിയർ ചെയ്യണമെന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ പണ്ടത്തെ കല്യാണ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഓരോ ഫോട്ടോയും മാറി വരുന്നതില്ലേ? കവർ, ഒന്നിനെ കവർ ചെയ്ത് മറ്റേത് വരുന്ന രീതിയിൽ സർക്കിളായിട്ട് ഫോൾ ഓവർ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ ആ സ്ലൈഡ് അപ്പിയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സ്ലൈഡ് ട്രാൻസിഷനിൽ പറയുന്നത്. സമയം തീരാനായോ? 5 മിനിറ്റ് ഉണ്ട് അല്ലേ? ഫാൾ ഓവർ ഉണ്ട്, ഹണി കോംബ് ഉണ്ട്. ഹണി കോംബ് ഭംഗിയില്ലേ? അത് രസമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത്രത്തോളം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഡാറ്റ എൻട്രി ചെയ്തു, പിക്ചർ ആഡ് ചെയ്തു, ആനിമേഷൻ എഫക്റ്റ് ഒക്കെ കൊടുത്തു, നമ്മൾ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഇത് പ്രസന്റ് ചെയ്യണ്ടേ? ഈ ഒരു രീതിയിൽ നമുക്ക് ആരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഒന്നും ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ പോവാ, സ്ലൈഡ് കാണിക്കാൻ പോവാ. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സ്ലൈഡ് ഷോ. നമ്മൾ സ്ലൈഡ് കാണിക്കാൻ പോവാണ്, അതാണ് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ ചെയ്യാൻ വേണ്ടി പോകും. ഫോണിലൊക്കെ ഈ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ചിലപ്പം ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ കുറെ ആൽബംസിൽ കുറെ പിക്ചേഴ്സ് ഇല്ലേ, അതിൽ ഡീറ്റെയിൽസിൽ അല്ലെ സെറ്റിംഗ്സിൽ കൊടുത്താൽ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ പിക്ചേഴ്സ് ഒരു വീഡിയോ പോലെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലൈഡ് ഷോ എടുക്കുന്നത്. സ്ലൈഡ് ഷോയിൽ ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ലൈഡ് തൊട്ടേ നമ്മൾ പ്രസന്റ് ചെയ്യുക. ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രസന്റേഷൻ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ആയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും ആദ്യം തൊട്ടേ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ തൊട്ട്, ഇപ്പം ഒരു ക്ലാസ് നടന്നു, പിന്നെ ബ്രേക്ക് കൊടുത്തു, അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ലൈഡാണോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യമായി സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ ഫ്രം ബിഗിനിങ് തന്നെ കൊടുക്കാം.
ഫ്രോം ബിഗിനിങ് കൊടുത്തു. ആദ്യത്തെ സ്ലൈഡ് ഒരു ഹണികോം സ്ട്രക്ചർ പോലെ വന്നു. എന്നിട്ട് ഹായ് എന്നുള്ളതിനുള്ള നമ്മൾ കൊടുത്ത അനിമേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി, ഇത് ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഞാൻ ആഫ്റ്റർ പ്രീവിയസും വിത്ത് പ്രീവിയസും കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നത്. എൻ്റെ കൈ രണ്ടും ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം എന്താ വെച്ചാല് ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഓൺ ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പീറ്റ് അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് മാത്രം ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡ് വന്നു. ആ സ്ലൈഡ് വന്നു, അതിന് കൊടുത്ത അനിമേഷൻ എഫക്റ്റ് അവിടെ വന്നു. കണ്ടോ? ഇങ്ങനെ ഒരുപാട് സ്ലൈഡ് നമ്മൾ പ്രസന്റേഷൻ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏത് ടോപ്പിക്കാണോ എടുക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ സബ് ടോപ്പിക് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോയിലെ ലാസ്റ്റ് സ്ലൈഡ് കഴിയുമ്പോഴാണ് ഡാർക്ക് പോർഷൻ വരുന്നത്. അർജുൻ, യു ആർ ഗെറ്റിംഗ് ബോർഡ്? അനന്തശയനായി അവൻ. ഓക്കെ, എസ്കേപ്പ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പൊ സ്ലൈഡ് ഷോയിൽ നമ്മൾ മറ്റേ രണ്ടാമത്തെ സ്ലൈഡിന്റെ ട്രാൻസിഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനത് മാറ്റി കൊടുക്കണേ. റാൻഡം ബാർസ് ഞാൻ ചൂസ് ചെയ്തത്, അത് വേണ്ട. അതിന് പകരം ഗ്ലിറ്റർ എങ്ങനെയുണ്ട് നോക്കട്ടെ. അത് നല്ലുണ്ടല്ലേ. കോംബോ അത് വേണ്ട. ഇത് മതി. സൂപ്പർ സാധനം. മതി. ഓക്കെ, ഞാൻ സ്ലൈഡ് ഷോയിൽ ഫ്രം ബിഗിനിങ് കൊടുത്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രം ബിഗിനിങ് കൊടുത്തപ്പോൾ ആദ്യത്തെ സ്ലൈഡ് വന്നു. ഇത് ഞാൻ ഓക്കെ, അത് 2 ടൈംസ് റിപ്പീറ്റ് കൊടുത്തു. അതിനുശേഷം ഗുഡ് മോർണിംഗ് എന്നുള്ള അനിമേഷൻസ് ടെക്സ്റ്റ് അതിൻ്റെ അനിമേഷനോട് കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ടാമത് വന്നത്. ലെറ്റർ ബൈ ലെറ്റർ കൊടുത്തുകൊണ്ടാണ് ഓരോ ലെറ്റർ ആയിട്ട് വന്നത്. ഹായ് ഞാൻ വേർഡ് ബൈ വേർഡ് ആണ് കൊടുത്തത്, അതുകൊണ്ട് ഹായ് ഒരുമിച്ച് കറങ്ങുന്നത്. ഓക്കെ, ഇത് ഞാൻ ഈ ഹായ് എന്നുള്ളത് അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക് വരെ സ്പിൻ ചെയ്യണമെന്ന് കൊടുത്തുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത സ്ലൈഡിലേക്ക് ഇപ്പോൾ പോകത്തുള്ളൂ. ഞാൻ നെക്സ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തില്ല,